ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPIM നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ. പത്മകുമാറിന്റെ അറസ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. പാർട്ടി ഉന്നത നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള പത്മകുമാറിന്റെ അറസ്റ്റ് പ്രതിപക്ഷവും BJPയും പ്രചാരണ വിഷയമാക്കും. പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള തിരിച്ചടിയാകില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് CPIM. ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നപ്പോൾ തന്നെ അത് തെരഞ്ഞെടുപ്പ് വർഷത്തിലെ പ്രധാന രാഷ്ട്രീയ ആയുധമായി മാറുമെന്ന് ഉറപ്പായിരുന്നു. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ജീവനക്കാരെയും ചുറ്റിപ്പറ്റി വളർന്ന കേസ് CPIM ബന്ധമുള്ള N. വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ തിരഞ്ഞെടുപ്പ് വിഷയമായി മാറി. പത്മകുമാറിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയമാവുകയാണ്. അറസ്റ്റിന് പിന്നാലെ UDF നേതൃത്വം ഒറ്റക്കെട്ടായി സർക്കാരിനെയും CPIMനെയും വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും പത്മകുമാറിന്റെ അറസ്റ്റ് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് LDFന് ആശങ്കയുണ്ട്. വാസുവിന്റെയും പത്മകുമാറിന്റെയും പാർട്ടി ബന്ധം ഒരു തരത്തിലും നിഷേധിക്കാനാകാത്തതിനാൽ CPIM ആണ് പ്രതിക്കൂട്ടിലാകുന്നത്. പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള കൂടുതൽ പേർ അന്വേഷണ വലയത്തിലേക്ക് വരുമോ എന്ന ആശങ്കയും ഇടതു രാഷ്ട്രീയ വൃത്തങ്ങളിൽ വളരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ രാഷ്ട്രീയ ബന്ധമുള്ളവരുടെ അറസ്റ്റ് തിരിച്ചടി ഉണ്ടാക്കുമെങ്കിലും അത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ നീണ്ടുപോകാതിരിക്കാൻ സഹായിച്ചേക്കുമെന്നാണ് CPIMന്റെ പ്രതീക്ഷ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായാൽ തന്നെ പ്രചാരണം നടത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് അത് മറികടക്കാനാകുമെന്നും CPIM പ്രതീക്ഷിക്കുന്നു. പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിവാദം വലിയ ആഘാതം ഉണ്ടാക്കില്ലെന്നും CPIM കരുതുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.